നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ഇരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദനയേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്കു മുൾമുടി മെനഞ്ഞു ഞാൻ. ക്രൂശിതാ ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ. മനസ്സു ഞാനങ്ങിലർപ്പിച്ചിടാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോയി. നീതിമാനായി ഞാൻ ചമഞ്ഞു ചെയ്യേണ്ട നന്മകൾ മറന്നുപോയി. യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നുമെൻ ജീവനിൽ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ
പങ്കിടാൻ ദാഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയ ആരാധന. ദിവ്യകാരുണ്യനാഥന് ആരാധന അർപ്പിച്ചുകൊണ്ട് ശാന്തമായി നമുക്ക് നമ്മുടെ മനസ്സുകളെ ദൈവത്തിലേക്ക് ഉയർത്താം. എല്ലാ മനുഷ്യരെയും അതിരറ്റ സ്നേഹിക്കുകയും എന്നാൽ പലപ്പോഴും അവഗണനയും നന്ദിഹീനതയും മാത്രം തിരികെ ലഭിക്കുകയും ചെയ്ത ഈശോയുടെ സ്നേഹനിധിയായ തിരുഹൃദയത്തെ നമുക്ക് ഈ സമയം ഓർക്കാം, ആരാധിക്കാം. സ്നേഹത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ദിവ്യകാരുണ്യ രൂപത്തിൽ ഞങ്ങളുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിലൂടെയും ക്രൂശിത രൂപത്തിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് ആഴമേറിയ സ്നേഹമാണ്. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ പാപങ്ങളും വീഴ്ചകളും വഴി ആ തിരുഹൃദയത്തെ ഞങ്ങൾ മുറിപ്പെടുത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ തണുപ്പൻ മനോഭാവത്തിനും നന്ദിയില്ലായ്മയ്ക്കും ഞങ്ങൾ അങ്ങയോട് പൂർണ്ണ ഹൃദയത്തോടെ മാപ്പപേക്ഷിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹൃദയം പോലെ ശാന്തവും എളിമയുള്ളതുമാക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ. ലോകത്തിൽ സമാധാനവും സ്നേഹവും ഇല്ലാത്ത ഇടങ്ങളിലേക്ക്, രോഗത്താലും ദുഃഖത്താലും വലയുന്നവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ ഉറവ ഒഴുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ഈശോയുടെ അതിസ്നേഹമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് അനുരൂപമാക്കി തീർക്കണമേ. സങ്കീർത്തകനോട് ഒന്നിച്ച് നമുക്ക് ഏറ്റുപറയാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീനാൾ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീനാൾ വാഴേണം.
ഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമായി. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമായി. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. സ്നേഹനാഥ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. ഈശോ മിശിഹായുടെ സ്നേഹം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ വശമാണ്. ബൈബിളിലും സഭാപാരമ്പര്യത്തിലും ഈ സ്നേഹത്തെ അഗാപ്പെ, അതായത് നിരുപാധികമായ സ്നേഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ യോഗ്യതകൾ നോക്കിയല്ല ഈശോ സ്നേഹിക്കുന്നത്. പാപികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും രോഗികളെയും അവിടുന്ന് ഒരുപോലെ ചേർത്ത് പിടിച്ചു. ലോകത്തിൻ്റെ അളവുകോലുകൾക്ക് അപ്പുറമാണ് ആ സ്നേഹം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നുമില്ല.
ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം കാൽവരിയിലെ കുരിശുമരണമാണ്. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവിടുന്ന് തൻ്റെ സ്നേഹം പൂർണ്ണതയിലെത്തിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു. തനിക്കെതിരെ നിൽക്കുന്നവരോടും തന്നെ ക്രൂശിച്ചവരോടും ക്ഷമിക്കാൻ ഈശോ കാണിച്ച മനസ്സ് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്നു. കുരിശിൽ കിടക്കുമ്പോഴും അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നാണ്. 100 ആടുകളിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയാൽ അതിനെ തിരഞ്ഞു പോകുന്ന നല്ല ഇടയനാണ് ഈശോ. നാം അവിടുത്തെ വിട്ടുപോകുമ്പോഴും നമ്മെ തിരികെ വിളിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന സ്നേഹമാണ് ഈശോ. ഈശോയുടെ സ്നേഹം കേവലം ഒരു വികാരമല്ല, മറിച്ച് അതൊരു പ്രവൃത്തിയാണ്. നമ്മെ തേടിയെത്തുന്ന, നമ്മുടെ മുറിവുകൾ ഉണക്കുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന സ്നേഹം. ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവരെയും അതുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്നത്.
സ്വർഗീയ മന്നയായ ആത്മീയ ഭോജ്യമായി ആരാധ്യനാഥനെ വന്നിടണേ. ആത്മാവിൻ ദാഹം തീർക്കുവാൻ കനിയൂ, അങ്ങിൽ ലയിച്ചു ഞാൻ ജീവിച്ചിടാം. ആത്മാവിൻ ദാഹം തീർക്കുവാൻ കനിയൂ, അങ്ങിൽ ലയിച്ചു ഞാൻ ജീവിച്ചിടാം. അങ്ങേ സ്തുതിച്ചു ഞാൻ പാടിടാം. ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനം, അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം. ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഓരോ അംഗങ്ങളെയും നമുക്ക് ഈ അൾത്താരയുടെ മുമ്പിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയവും ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും ലോകത്തിൽ പ്രകടിപ്പിക്കാനായി സമർപ്പിക്കപ്പെട്ട തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഓരോ സമർപ്പിതരെയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയിൽ ഈശോയുടെ തിരുഹൃദയ വണക്കം എന്നത് ദൈവത്തിൻ്റെ മനുഷ്യരാശിയോടുള്ള അതിരറ്റതും നിരുപാധികവുമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഇത് അതിശയമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. മനുഷ്യരുടെ പാപങ്ങൾക്കായി കുരിശിൽ മുറിവേറ്റ ഹൃദയം നമ്മോടുള്ള കാരുണ്യത്തെയും ക്ഷമയെയും നമുക്ക് കാട്ടിത്തരുന്നു. ഭയപ്പെടേണ്ടവനല്ല, മറിച്ച് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പാപികളെ പോലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് തിരുഹൃദയം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ കാരുണ്യവും സ്നേഹവും സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ രൂപം കൊണ്ട ഒരു പ്രമുഖ കത്തോലിക്ക സന്യാസിനി സമൂഹമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. അതിൻ്റെ സ്ഥാപകനും വന്യനുമായ മാത്യു കദലിക്കാട്ടച്ചൻ എന്നാൽ 1911 ജനുവരി 1 പാലായിലാണ് ഈ സന്യാസിനി സമൂഹം സ്ഥാപിതമാകുന്നത്. തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയും അത് പ്രത്യേകിച്ച് പാവപ്പെട്ടവരും അനാഥരുമായ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സമൂഹത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു. അതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അശരണരിൽ ഈശോയുടെ മുഖം ദർശിക്കുക എന്ന സ്ഥാപകൻ്റെ വചനം ഉൾക്കൊണ്ട് ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആൾക്ക് തണലായി ഞങ്ങൾ ജീവിക്കുന്നു. ഈശോയെ, അഗതികളുടെയും അനാഥരുടെയും സംരക്ഷണം, സമൂഹത്താൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധർ, ഭിന്നശേഷിക്കാർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അനാഥ കുട്ടികൾ എന്നിവർക്കായി നിരവധി സംരക്ഷണ കേന്ദ്രങ്ങളും വൃദ്ധസദനങ്ങളും നടത്തുന്ന ഞങ്ങൾ അവരെയെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ ഇന്നേ ദിവസം പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പരിപാലിക്കാൻ, പരിചരിക്കാൻ, അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരോഗ്യ പരിപാലന രംഗത്ത് നിരവധി ആശുപത്രികൾ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, കുഷ്ഠരോഗ നിവാരണ കേന്ദ്രങ്ങൾ എന്നിവ വഴി രോഗികളെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു.
പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചിലവിലോ സൗജന്യമായോ വൈദ്യസഹായം എത്തിക്കാനുള്ള പരിശ്രമങ്ങളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസ മേഖലയിൽ അറിവിൻ്റെ വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സ്കൂളുകളും കോളേജുകളും പ്രത്യേകമായി മൂകബധിര കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ സ്കൂളുകളും ഞങ്ങൾ നടത്തുന്ന കർത്താവേ, സ്ത്രീ ശാക്തീകരണത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഞങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നു. ഞങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. സാമൂഹ്യ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സഹായങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു എന്നറിയുന്നുണ്ടല്ലോ. ഇവയെല്ലാം അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സ്വന്തം സുഖസൗകര്യങ്ങൾ വെടിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളായി മാറാൻ ഈ സന്യാസിനി സമൂഹത്തിലെ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഇന്ന് ഭാരതത്തിലും വിദേശത്തുമായി കാരുണ്യ പ്രവർത്തനങ്ങളിൽ സമർപ്പിതരായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഇന്നേ ദിവസം അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയവും ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും ലോകത്തിൽ പ്രകടിപ്പിക്കാനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും
സത്യത്തിലും ആരാധിക്കുന്നേ. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ ഓരോന്നായി ഓർത്തെടുത്ത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അവയെല്ലാം അങ്ങ് കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. കുടുംബങ്ങളും സമൂഹവും വാർത്തെടുക്കുന്നത് ഇന്നത്തെ യുവജനങ്ങളിലൂടെയാണ് എന്ന തിരിച്ചറിവോടെ അവരെ നേരായ വഴിയിലൂടെ നയിക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആധുനിക ലോകത്ത് യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അതായത് ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി, മാനസിക സമ്മർദ്ദങ്ങൾ, ലക്ഷ്യബോധമില്ലായ്മ, ഡിജിറ്റൽ ലോകത്തെ കെണികൾ എന്നിവയിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം നേടാൻ സഹായിക്കണമേ. അലഞ്ഞുതിരിയുന്ന യുവാക്കളെയും നിരാശരായ യുവതികളെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനും അവർക്ക് പ്രത്യാശ നൽകാനും ഉള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങ് ആശീർവദിക്കാൻ അനുഗ്രഹിക്കണമേ. യുവതലമുറയുടെ ആത്മീയവും മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്കായി വിവിധ രൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്യാമ്പസുകളിലെ സാന്നിധ്യവും കൗൺസിലിങ്ങും, സ്കൂളുകളിലും കോളേജുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവജനങ്ങളുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ഞങ്ങൾക്ക് കാവലാകണമേ. പഠനഭാരം, കരിയർ ആശങ്കകൾ, പ്രണയപരാജയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ കാരണം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദർശനവും ധൈര്യവും നൽകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു അധ്യാപിക എന്നതിനപ്പുറം ഒരു സുഹൃത്തിനെ പോലെ അവരെ കേൾക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കത്തോലിക്ക സഭയിലെ പ്രമുഖ യുവജന പ്രസ്ഥാനങ്ങളായ KCYM, ജീസസ് യൂത്ത്, CLC തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഇടവക തലങ്ങളിലും രൂപത തലത്തിലും യുവജനങ്ങൾക്ക് ആവശ്യമായ ആത്മീയ മാർഗദർശനങ്ങൾ നൽകുന്ന ഞങ്ങളുടെ നാവ് അങ്ങ് തന്നെയാകണമേ. നേതൃത്വ പാഠവും വളർത്തുന്നതിനുള്ള ക്യാമ്പുകളും സെമിനാറുകളും സംഘടിപ്പിക്കാൻ അങ്ങ് വഴികാട്ടിയാകണമേ. ആത്മീയ നവീകരണ ധ്യാനങ്ങൾ യുവമനസ്സുകളിൽ വിശ്വാസവും മൂല്യങ്ങളും ഉറപ്പിച്ചു നിർത്താൻ പ്രത്യേക യുവജന ധ്യാനങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒരുക്കാൻ സഹായിക്കണമേ. സമകാലിക ജീവിത പ്രശ്നങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ നേരിടാമെന്ന് യുവാക്കളെ പഠിപ്പിക്കാനും ബൈബിൾ ക്ലാസുകളിലൂടെയും ചർച്ചകളിലൂടെയും ക്രിസ്തീയ മൂല്യങ്ങൾ പകർന്നു നൽകാനും ഹോസ്റ്റലുകളും സുരക്ഷിത താമസ സൗകര്യങ്ങളും ഉപരിപഠനത്തിനായും ജോലിക്കായും നഗരങ്ങളിലെത്തുന്ന യുവതികൾക്കായി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളും സ്റ്റുഡൻസ് ഹോസ്റ്റലുകളും നടത്താനും കരുത്തേകണമേ. വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഇവർക്ക് അമ്മമാരുടെ കരുതലും ആത്മീയമായ ഒരു അന്തരീക്ഷവും ഹോസ്റ്റലുകളിൽ ഉറപ്പാക്കാനും സഹായിക്കണമേ. ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളെ വീണ്ടെടുക്കാൻ അഡിക്ഷൻ സെൻ്ററുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിങ്ങും പ്രാർത്ഥനയും നൽകാനും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളെക്കുറിച്ച് അറിവ് നൽകാനും ഉചിതമായ ജോലി കണ്ടെത്താൻ അവരെ സഹായിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സന്യാസ ജീവിതത്തോടും സഭാ ശുശ്രൂഷകളോടും താല്പര്യമുള്ള യുവതികളെ കണ്ടെത്തി അവരുടെ ദൈവവിളി തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള പ്രായത്തിൽ യുവജനങ്ങൾക്ക് ഒരു വഴികാട്ടിയാകാൻ ഉള്ള ശ്രമങ്ങളെ ആശീർവദിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള കാരുണ്യവും സ്നേഹവും യുവതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് അവരെ സഭയ്ക്കും നാടിനും പ്രയോജനമുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറ്റിയെടുക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങ് ആശീർവദിച്ച് സഹായിക്കണമേ.
ഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു. മനസുഖമങ്ങു ദൂരെ എവിടെയോ പോയി മറഞ്ഞു. തിരുവഴിയേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ. ഇനിയുമെൻ ജീവനിൽ നീ കരുണയെഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനിയുമെൻ ജീവനിൽ നീ കരുണയെഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനി എൻ്റെ പാലകനായി അലിവേഴും മോചകനായി അഴലുകൾ നീക്കിടുമെൻ അരികിലെ സ്നേഹിതനായി ഹൃദയത്തിൽ പൂജിക്കുന്നു നിന്നെ എന്നും യേശുനാഥ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം
കർത്താവേ, ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാരിച്ച ചുമതലകളെ ഞങ്ങൾ ഓർക്കുന്നു. അവയോരോന്നും അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനും ലഹരിക്ക് അടിമകളായവരെ വീണ്ടെടുക്കാൻ അഡിക്ഷൻ സെൻ്ററുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനും സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കൗൺസിലിങ്ങും പ്രാർത്ഥനയും നൽകുവാനും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളെക്കുറിച്ച് അറിവ് നൽകുവാനും ഉചിതമായ ജോലി കണ്ടെത്താൻ അവരെ സഹായിക്കുവാനും ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനും സന്യാസ ജീവിതത്തോടും സഭാ ശുശ്രൂഷകളോടും താല്പര്യമുള്ള യുവതികളെ കണ്ടെത്തി അവരുടെ ദൈവവിളി തിരിച്ചറിയാൻ സഹായിക്കുവാനും ചുരുക്കത്തിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള പ്രായത്തിൽ യുവജനങ്ങൾക്ക് ഒരു വഴിയെ കാട്ടിയാകാൻ ശ്രമിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള കാരുണ്യവും സ്നേഹവും യുവതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് അവരെ സഭയ്ക്കും നാടിനും പ്രയോജനമുള്ള നല്ല വ്യക്തികളായി മാറ്റിയെടുക്കുവാൻ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. സഭയുടെ കാതലായ ഇടവക സമൂഹങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് അജപാലന കാര്യങ്ങളിൽ വൈദികരെ സഹായിക്കാനും വിശ്വാസികളെ ആത്മീയമായി നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഇടവകയിലെ കുടുംബങ്ങളെയും വ്യക്തികളെയും ആത്മീയമായി ഉണർത്തുകയും അവരെ തിരുസഭയോടും ഈശോയുടെ തിരുഹൃദയത്തോടും കൂടുതൽ അടുപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളിലും ദൗത്യങ്ങളിലും പങ്കാളികളായിക്കൊണ്ട് ഈ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കായി അഹോരാത്രം പ്രയത്നിക്കുവാനും ഇടവകയിലെ കുട്ടികൾക്ക് ക്രിസ്തീയ വിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും പകർന്നു നൽകുന്ന മതാധ്യാപന പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞായറാഴ്ചകളിലെ വേദപാഠ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുവാനും ആദ്യ കുർബാന, സ്ഥൈര്യലേപനം എന്നീ കൂദാശകൾ സ്വീകരിക്കുന്നതിനായി കുട്ടികളെ ആത്മീയമായി ഒരുക്കുവാനും ഇടവകയിലെ വിവിധ ഭക്തി സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഡയറക്ടർമാരോ ആനിമേറ്റർമാരോ ആയി പ്രവർത്തിക്കുവാനും കുട്ടികൾക്കായി മിഷൻ ലീഗ്, ആൾട്ടർ ബോയ് സംഘടനകൾ, യുവജനങ്ങൾക്കായി KCYM, ജീസസ് യൂത്ത്, മുതിർന്നവർക്കായി മാതൃവേദി, വിൻസെൻ്റ് പോൾ സൊസൈറ്റി, ഫ്രാൻസിസ്കൻ, അൽമായ സഭ മുതലായ സംഘടനകളിലൂടെ വിശ്വാസികളെ സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുകയും ആരാധനാക്രമ ശുശ്രൂഷകൾ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തിസാന്ദ്രമായി നടത്താൻ വികാരയച്ചനെ സഹായിക്കുവാനും വിശുദ്ധ കുർബാനയ്ക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കുമായി അൽത്താര ഒരുക്കുക, തിരുവസ്ത്രങ്ങൾ സൂക്ഷിക്കുക, ഗായക സംഘത്തെ പരിശീലിപ്പിക്കുക, വായനകളും പ്രാർത്ഥനകളും മുൻകൂട്ടി ക്രമീകരിക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ വികാരിയച്ചൻ്റെ അനുമതിയോടെ രോഗികൾക്കും ഭവനങ്ങളിൽ കഴിയുന്നവർക്കും വിശുദ്ധ കുർബാന എത്തിച്ചു നൽകുക, വാർഡ് സമ്മേളനങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളിൽ കൃത്യമായി പങ്കെടുക്കുവാനും വാർഡുകളിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും ബൈബിൾ ഭാഗങ്ങൾ വായിച്ച് വിശദീകരിച്ച് നൽകുവാനും കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും അടിയന്തരവും ആർദ്രവുമായ ഇടപെടലുകൾ, രോഗി സന്ദർശനം, ഇടവകയിൽ കിടപ്പിലായ രോഗികളെയും വയോധികരെയും പതിവായി സന്ദർശിക്കാനും അവർക്കായി പ്രാർത്ഥിക്കുകയും അവർക്ക് ആത്മീയ ആശ്വാസം പകരുകയും ചെയ്യുവാനും ഇടവകയിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. വഴിതെറ്റുന്നവരെ തിരികെ കൊണ്ടുവരുവാനും സഭാകാര്യങ്ങളിൽ നിന്ന് വിശുദ്ധ കുദാശകളിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്നേഹത്തോടെ സമീപിച്ച് അവരെ വീണ്ടും വിശ്വാസ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനും അങ്ങനെയുള്ള പരിശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാനും ചുരുക്കത്തിൽ ഒരു ഇടവകയുടെ ആത്മീയ മിടിപ്പായി മാറാനും ഞങ്ങളെ സഹായിക്കണമേ. അൽമായർക്ക് ഇടവകയിലെ ഒരു ശക്തമായ കണ്ണിയായി നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും കരുണയും പകർന്നു നൽകാൻ
ഞങ്ങളുടെ ഇടവക പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആർദ്രതയും ദയയും വേദനിക്കുന്ന മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന് ഞങ്ങളുടെ ആത്മീയാധിഷ്ഠിത പ്രവർത്തികമാക്കാനും രോഗങ്ങളാലും കഷ്ടപ്പെടുന്നവരെയും രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന ബൈബിൾ വാക്യങ്ങളെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുവാനും പക്ഷാഘാതം, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ എന്നിവയാൽ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ എണ്ണിക്കഴിയുന്നവർക്ക് വേദനയില്ലാത്ത അന്തസ്സുള്ളതുമായ ഒരു മരണം ഉറപ്പാക്കുക, ആശുപത്രികളിൽ പോകാൻ സാധിക്കാത്ത സ്വന്തം വീടുകളിൽ കിടപ്പിലായ നിർധനരായ രോഗികളെ തേടി നേരിട്ടെത്തി കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്നവർക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ വേദന സംഹാരികളും മരുന്നുകളും എത്തിച്ചു നൽകുവാനും, വീടുകളിൽ പരിചരിക്കാൻ ആരുമില്ലാത്തവർക്കോ ദരിദ്ര കുടുംബങ്ങളിലെ രോഗികൾക്കോ വേണ്ടി പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ നടത്തുവാനും, ഇവിടെ രോഗികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും വിദഗ്ധമായ മെഡിക്കൽ പരിചരണവും നൽകുവാനും, അവരെ സ്വന്തം മാതാപിതാക്കളെ പോലെയോ സഹോദരങ്ങളെ പോലെയോ കണ്ട് സ്നേഹത്തോടെ അവരെ പരിചരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അതിനുവേണ്ട അനുഗ്രഹങ്ങൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, അതിമോദം ഞങ്ങൾ പാടാം. ആരാധന
കാഴ്ചകൾ അതിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരിച്ച ചുമതലകൾ നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങൾക്ക് തുണയാകണമേ. മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും വലിയ മാനസിക തകർച്ച നേരിടുമ്പോൾ അവർക്കരികിലിരുന്ന് അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവർക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്യാനും രോഗിയുടെ മരണശേഷം തകർന്നു പോകുന്ന കുടുംബങ്ങളെ സാമ്പത്തികമായും മാനസികമായും താങ്ങി നിർത്താനും ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായ ആത്മീയ സമാധാനം ലഭിക്കും വിധം രോഗികളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരുടെ മനസ്സിലെ ഭയവും നിരാശയും മാറ്റി പ്രത്യാശ നൽകാനും കത്തോലിക്ക വിശ്വാസികളായ രോഗികൾക്ക് രോഗിലേപനം, വിശുദ്ധ കുർബാന എന്നിവ ലഭിക്കാൻ വൈദികരെ ക്രമീകരിക്കാനും മറ്റു മതസ്ഥരായ രോഗികൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് സമാധാനത്തോടെ കണ്ണടയ്ക്കാനുമുള്ള അന്തരീക്ഷം ഒരുക്കാനും സൗജന്യ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ആവശ്യമായ എയർബെഡുകൾ, വീൽ ചെയറുകൾ, വാക്കറുകൾ, ഡയപ്പറുകൾ എന്നിവ സൗജന്യമായി വിതരണം ചെയ്യാനും ഇതിനെ കേവലം ഒരു മെഡിക്കൽ സേവനമല്ല, മറിച്ച് അതൊരു സ്നേഹ ശുശ്രൂഷയായി കാണുവാനും ലോകം മാറ്റി നിർത്തുന്ന മടുപ്പുളവാക്കുന്ന രോഗാവസ്ഥകളിൽ പോലും യാതൊരു മടിയുമില്ലാതെ ഈശോയെ കണ്ട് ശുശ്രൂഷിക്കുവാനും ചുരുക്കത്തിൽ രോഗത്തിൻ്റെ വേദനയിൽ നിറങ്ങിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ കാരുണ്യത്തിൻ്റെ മാലാഖമാരായി മാറാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആർദ്രമായ സ്പർശനത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹം ഓരോ രോഗിയിലേക്കും പകരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ആഴമായ ഭക്തിയും സമർപ്പണവുമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ജീവനും ശ്വാസവും എന്ന് തിരിച്ചറിയാനും അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് പ്രസരിക്കുന്ന സ്നേഹവും കാരുണ്യവും ലോകത്തിന് പകർന്നു നൽകാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുഹൃദയ സമർപ്പണമാണ് സന്യാസ ജീവിതത്തിൻ്റെ അടിത്തറയും കേന്ദ്രബിന്ദു പോഷിതനായ ഈശോയുടെ തിരുഹൃദയവുമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വ്രതവാഗ്ദാനത്തിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഈശോയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രധാന ഭാവങ്ങളായ ശാന്തത, എളിമ, ആർദ്രത, കരുണ എന്നിവ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും അതുവഴി മനുഷ്യരുടെ പാപങ്ങളും നന്ദിഹീനതയും വഴി ഈശോയുടെ തിരുഹൃദയത്തിന് ഏൽക്കുന്ന മുറിവുകൾക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിത്യ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അത് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ തിരുഹൃദയം ദരിദ്രരെയും രോഗികളെയും പാപികളെയും നോക്കി അലിഞ്ഞതുപോലെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ആർദ്രത കാണിക്കാനും വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, അഗതി മന്ദിരങ്ങൾ എന്നിവയിലൂടെ ഈശോയുടെ കാരുണ്യത്തിൻ്റെ ഹൃദയമായി മാറാനും മുറിവേറ്റ ഹൃദയങ്ങളെ സുഖപ്പെടുത്താനും അതുവഴി തങ്ങളുടെ സ്ഥാപകനും വന്യനും ആയ മാത്യു കദലിക്കാട്ടച്ചൻ്റെ ദർശനമനുസരിച്ച് തകർന്ന കുടുംബങ്ങൾ, മാനസികമായി തളർന്ന യുവജനങ്ങൾ, രോഗികൾ എന്നിവരിലേക്ക് ഈശോയുടെ സ്നേഹമായി കടന്നു ചെല്ലാനും കുടുംബങ്ങളിലും ഇടവകകളിലും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വളർത്താനും എല്ലാ മാസത്തെയും ആദ്യ വെള്ളിയാഴ്ചകളിലെ തിരുഹൃദയ വണക്കവും ആരാധനയും ഭക്തിപൂർവ്വം ആചരിക്കുവാനും വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുവാനും സമർപ്പണത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളായി മാറാനും ധരിക്കുന്ന സന്യാസ വസ്ത്രവും അതിനോടൊപ്പമുള്ള കുരിശും
ഈശോയുടെ തിരുഹൃദയത്തോടുള്ള അവരുടെ ആജീവനാന്ത സമർപ്പണത്തിൻ്റെ ബാഹ്യമായ അടയാളമായി മാറാനും തങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറിയ സേവനത്തിലും ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും അതുവഴി തിരുഹൃദയ സമർപ്പണം എന്നത് ഒരു ആത്മീയ ഊർജമായി ഈശോയുടെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുവാനും ആ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സ്നേഹം സമൂഹത്തിലെ ഏറ്റവും എളിയവരിലേക്ക് പ്രവൃത്തികളിലൂടെ പകരുകയും ചെയ്യാനും അതുവഴി ജീവിക്കുന്ന ക്രിസ്തുവായി മാറാനുമുള്ള അനുഗ്രഹം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.